ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സിവിലാസ് ഡയറി. നമ്മളിന്നിവിടെ കൊറിയൻ ഗാർലിക് ബൺ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ ബണ്ണാണ്. അപ്പോൾ ബണ്ണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഒരുപാട് പീസസ് ആയിട്ടൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 6 സൈഡിലേക്കായിട്ട് ഹാഫായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഈ ഒരു രൂപത്തിൽ ബണ്ണ് കട്ട് ചെയ്തെടുക്കുക. ഇനി ബണ്ണിലേക്ക് ചേർക്കേണ്ട ഫില്ലിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടി വേറൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ആദ്യം തന്നെ മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് പാഴ്സ്ലി ലീവ്സ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ 1 മുട്ടയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പം 1 മുട്ട ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ എല്ലാം സോട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ മെയിൻ ഫില്ലിങ്സ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സംഭവം മാത്രമാണ്. വേറെ മസാല കാര്യങ്ങളൊന്നും തന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബണ്ണ് എങ്ങനെ ഇതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്നതിലാണ് അടുത്ത കാര്യം. അപ്പം ബണ്ണ് ഇവിടെ ഓൾറെഡി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പം അത് നമ്മുടെ ഈ ഫില്ലിങ്സിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ക്രീം ചീസ് ഉണ്ടെങ്കിൽ അത് ഇതേപോലെ എല്ലാ സൈഡിലേക്കും ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഇവിടെ ഒരു ചെറിയ സ്പൂൺ ഉണ്ടായതുകൊണ്ട് ഈ ഒരു സ്പൂൺ യൂസ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ആക്ച്വലി ഇതിൽ കത്തി വെച്ചും നമുക്ക് ഇതേപോലെ, കാരണം തിന്നായിട്ടുള്ള സ്ലൈസസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കത്തി വെച്ച് വേണമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഇത് ചെറിയ രീതിയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഫ്രൈ പാനിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ബൺ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് മാത്രം മതി. അത്ര മാത്രം വെക്കേണ്ട ആവശ്യമുള്ളൂ. ഫ്രൈ പാൻ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കുക 5 മിനിറ്റിലേക്ക്. അത് കഴിഞ്ഞ് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാത്രം ഇതിൻ്റെ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ കൊറിയൻ ഗാർലിക് ബണ്ണ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ഈവനിങ് സ്നാക്സ് ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പണിയില്ലാതെ വളരെ ചെറിയ സംഭവങ്ങളോട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമ.